to all. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിൽഡ-ടാബ മോഡൽ, മോഡൽസ് ഓഫ് കരിക്കുലം പ്ലാനിംഗ്, ഹിൽഡ-ടാബ മോഡൽ 1962. ഹിൽഡ-ടാബ 7th December 1902 ജനിച്ചത്. സൗത്ത് ഈസ്റ്റേൺ ഈസ്റ്റോണിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അവരുടെ ജനനം. മരണപ്പെട്ടത് 6th July 1967. പല മേഖലയിലും പ്രശസ്തയായ വ്യക്തിയായിരുന്നു ഹിൽഡ-ടാബ. ആർക്കിടെക്റ്റ്, കരിക്കുലം തിയറിസ്റ്റ്, കരിക്കുലം റിഫോമർ, ഓൾസോ എ ടീച്ചർ എഡ്യൂക്കേറ്റർ. ടാബ ജോൺ ഡൂയിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവരുമായിട്ടുള്ള ഇടപഴകലിന് ശേഷമാണ് ടാബ പല ബുക്കുകളും 7ഓളം ബുക്കുകൾ എഴുതിയത്. അതിൽ പ്രധാനപ്പെട്ട ടാബയുടെ കരിക്കുലം ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള പല വ്യൂസും അടങ്ങുന്ന ബുക്കാണ് കരിക്കുലം ഡെവലപ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ്, പബ്ലിഷ്ഡ് ഇൻ 1962. ഇനി ടാബയുടെ അഭിപ്രായത്തിൽ, ടാബയുടെ തന്നെ വാക്കുകളാണ്: ടു ഇവോൾവ് ഇറ്റ് ദ ഏരിയ ഓഫ് curriculum development and a method of thinking about it, one needs to ask what demands and requirements of culture and society both are, both for the present and the future. Curriculum is the way of preparing young people to participate in our culture. ഇനി ഹിൽഡ-ടാബ മോഡൽ പ്രധാനമായും 3 അസംഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവയേതെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിങ്കിങ് ക്യാൻ ബി ടോട്ട്. തിങ്കിങ് ഈസ് എൻ ആക്റ്റീവ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഡാറ്റ. പ്രോസസ് ഓഫ് തോട്ട് ഇവോൾവ് ബൈ എ സീക്വൻസ് ദാറ്റ് ഈസ് ലോഫുൾ. ടാബ മോഡലിൽ എത്രമാത്രം തിങ്കിങ് എന്ന പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഡിവിജ്വലിനെ ലോഫുൾ, ഒരു സീക്വൻഷ്യൽ തിങ്കിങ് ആണ് ഹിൽഡ-ടാബ മോഡൽ ഈ അസംഷൻസിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാബ മോഡലിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. ടാബ മോഡൽ ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. മാത്രമല്ല ഇതൊരു ടീച്ചർ അപ്രോച്ച് കൂടിയാണ്. അതായത് ടീച്ചേഴ്സിനാണ് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്താണെന്ന് കൃത്യമായി അറിയുക. അവരാണ് അതിനെക്കുറിച്ച് അവെയറായിരിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് ദേ ഷുഡ് ബി ദ വൺ ടു ഡെവലപ്പ് ദ കരിക്കുലം എന്നാണ് ടാബ പറയുന്നത്. ഇനി അടുത്തത് ടാബ മോഡൽ ഒരു ഗ്രാസ് റൂട്ട് അപ്രോച്ചാണെന്ന് പറയാം. അതായത് സ്റ്റുഡൻസിൻ്റെ നീഡ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതാണ് ഏറ്റവും പ്രധാനമായും കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുൻതൂക്കം നൽകേണ്ട ഒരു കാര്യം സ്റ്റുഡൻസിൻ്റെ നീഡ്സ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇതൊരു ഗ്രാസ് റൂട്ട് അപ്രോച്ചാണെന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ടാബ മോഡലിലെ 7 സ്റ്റെപ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്നോസിസ് ഓഫ് ലേണേഴ്സ് നീഡ്സ് and expectations of large society. Second one, formulation of learning objectives. Third one, selection of the learning content. Fourth one, organization of the learning content. Fifth one, selection of the learning experience. Sixth one, organization of learning activities. Seventh one, determination of what to evaluate and the means of doing. ഇനി ഓരോ സ്റ്റെപ്സും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്നോസിസ് ഓഫ് ലേണേഴ്സ് നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ലാർജ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റുഡൻസിൻ്റെ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ്. മാത്രമല്ല സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിനാണ് അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്താണെന്ന് തീർച്ചയായിട്ടും ഡയഗ്നോസ് ചെയ്യണം. എന്നിട്ട് വേണം കരിക്കുലം ഡെവലപ്മെൻറ്റിലേക്ക് കടക്കാൻ. അപ്പോൾ അവരുടെ ഗ്യാപ്സ്, ഡെഫിഷ്യൻസീസ്, വേരിയേഷൻസ് ഇൻ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഡയഗ്നോസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്ത് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യണം. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ടു ആഡ് നോളേജ് ദേ possess, to enable them to perform skills which otherwise they would not perform, to develop certain understanding, insights and appreciations, development of healthy personality, analysis of particular culture and society which education program serves. ഇനി തേർഡ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ലേണിംഗ് കണ്ടൻറ്റിൻ്റെ സെലക്ഷനാണ്. സെലക്ഷൻ ഓഫ് ദ ലേണിംഗ് കണ്ടൻറ്റ്.
എങ്ങനെയായിരിക്കണം? ഒബ്ജക്റ്റീവ്സിന് മാച്ച് ചെയ്യുന്ന തരത്തിലും വാലിഡ് ആയിട്ടുള്ളതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതുമായ കണ്ടൻ്റ് ആയിരിക്കണം ലേണിംഗ് കണ്ടൻ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ലേണിംഗ് കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് കണ്ടൻറ്റ്. സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ് ലെവലിനനുസരിച്ച് അവരുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ലേണിംഗ് കണ്ടൻറ്റ് ഓർഗനൈസ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേണിംഗ് കണ്ടൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യുക എന്നാണ്. സെലക്ഷൻ ഓഫ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. ടീച്ചർക്കാണ് ആ കണ്ടൻറ്റ് എങ്ങനെ ഏത് ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് സെലക്ട് ചെയ്യുക. ആ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓർഗനൈസേഷനാണ് അടുത്ത സ്റ്റെപ്പ്. ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ അച്ചീവ്മെൻറ്റ് ലെവൽ ഓഫ് ദ ലേണർ. ലാസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് ടു ഇവാലുവേറ്റ് ആൻഡ് ദ മീൻസ് ഓഫ് ഡൂയിങ്. അതായത് എന്താണ് ഇവാലുവേറ്റിന്? ഇത്രയും ലേണിംഗ് ആക്ടിവിറ്റീസ് കൊടുത്ത് നമ്മൾ കണ്ടൻറ്റ് കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അടുത്ത് തീരുമാനിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പലതരം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ടാബ മോഡലിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഇതൊരു സ്പൈറൽ കരിക്കുലമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ഓരോ ഇയറും തൊട്ട് മുന്നത്തെ ഇയറിലെ കണ്ടൻറ്റ് റിവ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് പറയുന്നത് 5 മ്യൂച്വലി ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ് ഇൻ ടാബ മോഡൽ. അത് ഒബ്ജക്റ്റീവ്സ്, കണ്ടൻറ്റ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ടീച്ചിങ് സ്ട്രാറ്റജീസ്, ഇവാലുവേറ്റിംഗ് മെഷേഴ്സ്. ഈ 5 കണ്ടൻറ്റ് ഇൻറ്റേർണൽ കമ്പോണൻസ് അല്ലാതെ അവയെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അത് സൂചിപ്പിക്കുന്ന ഫിഗറാണ് അടുത്ത് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ നമ്മുടെ ഈ ടാബ മോഡലിനെ കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് എഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഫിഗർ കാണിക്കുന്നത്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The nature of the community in which the school is located, its pressures, values and resources. The policies of the school district. The nature of a particular school, its goal, resources and administrative strategies. The personal style and characteristics of the teacher. The nature of the student population. ഇനി അടുത്ത് പറയുന്നത് സ്ട്രെങ്ത്സ് ഓഫ് ദ ടാബ മോഡൽ. സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. എന്താണ്? ടാബ മോഡൽ ടീച്ചർക്ക് ഒരു ഗ്രേറ്റ് റോളാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ്? അവരൊരു കരിക്കുലം ഇംപ്ലിമെൻറ്റേഴ്സ് ആയിട്ടല്ല, പകരം കരിക്കുലം ഡെവലപ്പേഴ്സ് ആയിട്ട് തന്നെയാണ് ടീച്ചറുടെ റോള് ടാബ മോഡലിൽ വരുന്നത്. ഇതൊരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്, ടീച്ചർ അപ്രോച്ചാണ്, ഗ്രാസ് റൂട്ട് അപ്രോച്ചാണ്. മാത്രമല്ല ഈ കരിക്കുലം എന്ന് പറയുന്നത് ടാബയുടെ കണക്കിൽ പ്ലാൻ ഫോർ ലേണിംഗ് ആണ്. അല്ലാതെ വെറുതെ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു കൂട് മാത്രമല്ല, ഇതൊരു പ്ലാൻ ഫോർ ലേണിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ദ ടാബ മോഡൽ. ടാബ മോഡലിൻ്റെ ആപ്ലിക്കേഷൻ പല സ്ഥലത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെയായിരിക്കും? ഐഡൻറ്റിഫൈയിങ് ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്, ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ്, സെലക്ടിങ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്, ഓർഗനൈസിങ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ഇവാലുവേറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും ടാബ മോഡലിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.